അറ്റൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ 7 AM അറ്റൻഡ് ചെയ്തു. നിങ്ങളൊക്കെ പോലെ തന്നെ ആദ്യം അറ്റൻഡ് ചെയ്തത് 7 മണിക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ കോൾ വരും. ഇവിടെ പല ലീഡേഴ്സും ഇപ്പൊ പലരെയും വിളിച്ചുണർത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ കുറെ ആളുകളൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക വെച്ചാല്, ഇപ്പൊ സ്കൂൾ ഇല്ലാത്തൊരു ദിവസമാണ്. പൊതുവെ എന്റെയൊക്കെ ഒരു രീതി എന്ന് വെച്ചാല് സ്കൂൾ ഇല്ലാത്ത ദിവസം നമ്മൾ കുറച്ച് കൂടുതൽ നേരം കിടന്നുറങ്ങും. ഒരു 7:30, 8 മണി വരെ, ചിലപ്പോൾ ഒരു 9 മണി വരെയൊക്കെ ആ ഒരു ഉറക്കം നീളും അല്ലെ. അത് കഴിഞ്ഞിട്ടായിരിക്കും എണീക്കുക. കാരണം വീട്ടിൽ വേറെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട്. ചിലരിപ്പോ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഒരു 7 മണി, 8:30-ഒക്കെ 8 മണിക്കൊക്കെ എന്തായാലും എണീറ്റിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു 7 AM കേൾക്കാൻ തുടങ്ങി. ഇപ്പൊ 7 AM എങ്ങനെയാന്ന് വെച്ചാല് ക്യാമറ ഒക്കെ ഓഫ് ചെയ്യും. കാരണം എന്താ, ഞാനിവിടെ കിടന്നോണ്ടാണ് ഞാനിത് കേൾക്കുക. അപ്പോ ഈ ഉറക്കത്തിൽ നിന്നാണല്ലോ നമ്മൾ എഴുന്നേപ്പിച്ച് വിടുന്നത്. 7:50, 6:50, 6:55 വിളിക്കും. എന്നിട്ട് കേറിയില്ലടാ, കേറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു 6:55 കേറും. അപ്പൊ ഇതുപോലെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയും. അതൊക്കെ പറഞ്ഞ് ലീഡർ കയറി ലീഡറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇവിടെ ഉറങ്ങിയിട്ടുണ്ടാവും. ക്യാമറ ഓഫാണ്, ഞാൻ ഇവിടെ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ 2-മത്തെ ആഴ്ച എന്റെ കൂട്ടുകാരിയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവളെന്താ പറയണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെയാണല്ലോ നമ്മളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി 7 AM ഒരു സെഷൻ ചെയ്യുന്ന സമയത്ത് ഇവക്കൊക്കെ എന്താ അതിൽ പറയാനുള്ളത് എന്നായിരിക്കും നമുക്ക് ചിന്ത അല്ലെ. ഇവളെന്താണ് ഈ സംസാരിക്കാൻ പോണത്. അങ്ങനെ ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവിടെ അങ്ങനെ അവൾ അവളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 12 ദിവസം കഴിഞ്ഞു. എനിക്ക് വരുമാനം ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് പൈസ ഒന്നും കയറാത്തത്. ഞാൻ പറഞ്ഞ ആളുകളൊന്നും ഈ ബിസിനസ് നോ എന്നാണ് പറയുന്നത്. അപ്പോ അവൾ എന്നോട് ചോദിച്ചു, നീ കൃത്യമായിട്ട് 7 AM കേൾക്കലില്ലേ. അപ്പോ ഞാൻ പറഞ്ഞു, നീ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്തുണ്ട്, കേരളുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ വന്നു. ആ ഇന്ററാക്ഷൻ സെക്ഷനില് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്തില്ല, ക്യാമറയോ മൈക്കോ ഓണാക്കി സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പൊ എന്നോട് ദേഷ്യപ്പെട്ടു. ഒരു സ്റ്റുഡന്റിന് സംസാരിക്കാമെങ്കിൽ, ഒരു വീട്ടമ്മയ്ക്ക് സംസാരിക്കാമെങ്കിൽ, ഒരു കോളേജ് ലെക്ചർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് നീ അവിടെ നിന്റെ പേര് പോലും പറയാതെ വേഗം എന്ത് ചെയ്തു, പോയിട്ട് വേഗം ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് എന്താണ് സൂം തന്നെ എക്സിറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തു, പോയി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞപ്പോ, അല്ലടാ ഞാനത് എങ്ങനെ തലേദിവസം ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടിരിക്കുകയാണ്, കണ്ണ് വീങ്ങിയിരിക്കുകയാണ്, അപ്പൊ സ്ക്രീൻ ഓൺ ചെയ്യാനുള്ളൊരു ഇത് ഇല്ലാത്തത് കൊണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നിന്നെ വിളിക്കുന്ന സമയത്ത് നീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത്, ഞാൻ ഫസ്റ്റത്തെ ക്യാമറ ഓൺ ചെയ്യുന്നത് 3-മത്തെ ആഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഒരു സൺഡേ ആണ് ഞാൻ ഫസ്റ്റ് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് എൻ്റെ പേരൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ ഈ ഒരു ബിസിനസിന്റെ അകത്തേക്ക് വന്നത് ഇന്ന ആള് മുഖാന്തരാണ്, പാലക്കാട് സ്വദേശിയാണ് എന്നൊക്കെ പറഞ്ഞ് കയറുന്നത്. അന്ന് ഓൺ ചെയ്ത ക്യാമറയാണ്. പിന്നീട് ഈ ക്യാമറ എനിക്ക് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്നെ എല്ലാ വ്യക്തികളും സുപരിചിതമായിട്ട് മാറി എന്നുള്ളതാണ്. ഫിജിക്കാട്ട് എന്ന് പറയുന്നതില് ക്യാമറ ഓൺ ചെയ്തത് കൊണ്ട് തന്നെ പല 7 AM പ്രോഗ്രാമുകൾ, കമ്പനിയുടെ BOP-കൾ, അതുപോലെ തന്നെ ടീമിന്റെ മെഗാ 7 AM ഇങ്ങനെയുള്ള ഒരുപാട് എണ്ണത്തിൽ എനിക്ക് അവസരം കിട്ടുകയും അതിലൂടെ നമ്മൾ കുറച്ച് ആളുകളിലേക്ക് എത്തുകയും നമ്മുടെ മാറ്റങ്ങൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മാറുകയും നമ്മുടെ മാറ്റങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആളുകളും നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയും അതിനോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളിലേക്ക് അല്ലെ, നമ്മൾ ഒരു ഉറപ്പാണ്. ഇപ്പോ എന്താണ്, ഒട്ടും സംസാരിക്കാൻ അറിയാത്ത, ഒട്ടും എന്താണ് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തി 7 AM കയറി ഒരു സെഷൻ ഒക്കെ എടുക്കുമ്പോൾ പവർ എന്ന് പറഞ്ഞ് താഴെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മളൊന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ കണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയാ ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ വരിക. നമ്മുടെ കയ്യിലുള്ള പൈസ കണ്ടിട്ട് മാത്രമല്ല ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിലേക്ക് വരിക, നമ്മുടെ മാറ്റങ്ങൾ കണ്ടിട്ടും കൂടിയാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിലേക്ക് ഇവിടെ വരുന്നത്. അപ്പൊ എന്നോട് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇത് കേട്ടാ പോരെ, ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അതവിടെ കേട്ടാ പോരെ അല്ലേ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന 67 പേരില് ഏകദേശം ഒരു 10-ൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ളൂ.
ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് ഈ ഒരു 7 AM സീരീസ് കേൾക്കുന്ന ആളുകളാണ്. ഈ ഇടയ്ക്ക് നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത്, ലെഗസി പ്രോഗ്രാമിന് വന്ന സമയത്ത് എന്റെ തന്നെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരെ ഞാൻ കണ്ടിട്ടില്ല, സൂമിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ക്യാമറ ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക അല്ലേ? അപ്പൊ കുറെ ആളുകൾക്ക് ചോദ്യമായിരിക്കും, ക്യാമറ ഓൺ ചെയ്താൽ മാത്രമേ, ഇവിടെ ജഗദീശൻ സാറിന്റെ സീലിംഗ് എനിക്ക് കാണുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ ആളുകളുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ അല്ലെ, കുറച്ചു കാലം മുന്നേയും ഇതേപോലെ എനിക്ക് കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ക്യാമറ ഓൺ ചെയ്യും. ക്യാമറന്റെ മുന്നിൽ നിന്ന് ഒന്നില്ലെങ്കിൽ LKG പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഡോറോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അവരൊന്നും ഫിജിക്കാട്ടിലില്ല. അവർക്കൊന്നും ഒരു വരുമാനം വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഫാൻ ആയിരുന്നു 7 AM കേട്ടത്, ഫ്രിഡ്ജ് ആയിരുന്നു 7 AM കേട്ടത്, കട്ടില് 7 AM കേട്ടിട്ടുണ്ട്, അടുക്കളയിലെ പാത്രങ്ങൾ 7 AM കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുക്കർ വിസിലടിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് 7 AM കുറെ ആൾക്കാർ കേട്ടത്. ചില ആളുകളുടെ വീടിന് കുറച്ചപ്പുറത്ത് അമ്പലമായിരിക്കും, അവിടെ അത്രയും ഉറക്ക പാട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ? അതിന്റെ കൂടെ ആയിരിക്കും ഇവിടെ ഞാനിരുന്ന് പ്രസംഗിക്കുന്നത്. അതൊരു ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ വെക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ ഇന്ന് അവർ ഏത് പൊസിഷനിലാണോ അവർ ഫിജിക്കാട്ടിൽ വന്നത് അതേ പൊസിഷനിൽ ഇന്നും തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ അകത്ത് നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അല്ലെ, ഒരു ചെറു വിരലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ചെറു വിരലെങ്കിലും നമുക്ക് അതിൽ അനക്കാനും ചെറിയൊരു മാറ്റമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അല്ലെ? അതിൽ ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും ചെറിയ ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മൾ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഒരു സ്ക്രീനിന്റെ മുന്നിലേക്ക് വന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ മാറ്റം. ഏറ്റവും ചെറുത് ഫിജിക്കാട്ടിൽ വന്നിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അതാണ് ഈ ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം എന്താ പറയുന്ന വെച്ചാൽ, ഇവിടെ കിടന്നുകൊണ്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. കിടന്നുകൊണ്ട് കേട്ട ആളുകൾ പിന്നീട് ഫിജിക്കാട്ടിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്, പൊന്തിയിട്ടില്ല. കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? പിന്നെ ഒരിക്കലും അവർക്ക് ഈ ബിസിനസ്സിൽ മുന്നേറാൻ സാധിച്ചിട്ടില്ല. കിടന്നവിടുന്ന് എണീറ്റ ആളുകൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും. ഇതിൽ ലൈവായിട്ട് നിന്ന ആളുകൾ കൃത്യമായിട്ട് ഈ ബിസിനസ്സിൽ സെയിൽസ് ഓപ്പൺ ആക്കാനും പറ്റിയിട്ടുണ്ട് അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഇതിൽ തന്നെ എനിക്കിപ്പോ അറിയാം, കേട്ടോണ്ടിരുന്ന ആളുകൾ ഈ ടൈം പീരീഡിന്റെ ഉള്ളിൽ ക്യാമറകൾ ഓൺ ആക്കിയിട്ടുണ്ട്. കിടന്നോണ്ട് കേട്ടവരും ഉറങ്ങിക്കേട്ടവരും ഇപ്പൊ ക്യാമറ ഓഫിലാണ്. ഇനി വേറെ കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്. 7 AM ലീഡേഴ്സ് വിളിക്കുമ്പോഴാണ് ബ്രഷും പേസ്റ്റും എടുത്ത് ബാത്റൂമിനകത്തേക്ക് കയറുക. ബാത്റൂമിലായിരിക്കും ക്യാമറയും, ബാത്റൂമിലായിരിക്കും ഫോൺ ഉണ്ടാവുക. അവിടെ വെച്ചിട്ടായിരിക്കും എന്ത് കേൾക്കുണ്ടാവുക, 7 AM എന്ത് ഉണ്ടാവുക, കേൾക്കുണ്ടാവുക. ഒരു 5-10 മിനിറ്റ് മുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു അറ്റൻറ്റീവ് ആയിട്ട് അല്ലെ ഇത് കേൾക്കാൻ പറ്റും അല്ലെ? അപ്പൊ എന്തുകൊണ്ട് ഫിജിക്കാട്ടിൽ വിജയിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റീസൺ ഇതാണ്. ഒരു ചെറിയ മാറ്റം പോലും കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ 100% നമ്മൾ അവിടെ തോൽക്കും അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും, ഇപ്പൊ ബാബു സാർ ആയിക്കോട്ടെ, ഷബാന മാഡം ആയിക്കോട്ടെ, അലമേലു മാം, അഞ്ജലി മാം, അസീബ മാം, ഫാസിൽ സാറ്, അതുപോലെ തന്നെ നിഷ മാഡം, ഓപ്പോ എന്ന് പറഞ്ഞ ഒരു ഫോണിന്റെ പേരിൽ കയറിയിട്ടുണ്ട്, അതൊന്ന് പേര് മാറ്റിയിടുക, റഷീദ മാഡം, സഫിയ മാഡം, രേഷ്മ മാഡം, സഫീന മാഡം, അങ്ങനെ ഒരുപാട് ആളുകൾ ക്യാമറ ഓഫാണ് അല്ലെ? ഒരുപാട് പേര് ക്യാമറ ഓഫാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരാളോട് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം 2 എണ്ണമാണ്. ഒന്ന് കോൺഫിഡൻസ്. നമുക്ക് വേറൊരാളോട് കൃത്യമായിട്ട് പേടിയില്ലാതെ പറയാൻ പറ്റണം, കോൺഫിഡൻസ്. 2 അറിവ്. ഈ 2 സാധനവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ. ഒരുപാട് അറിവുള്ളത് കൊണ്ട്
നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെ, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല അല്ലേ? കണ്ടിട്ടില്ലേ? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാല് അറിയുന്ന സാധനം പോലും നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യാ, വരില്ല. കാരണം എന്താ? പേടി. പേടി അല്ലെ? അത് എഴുതാനുള്ള പേടി അല്ലെങ്കിൽ ടെൻഷൻ, കോൺഫിഡൻസ് കുറവ് അല്ലെ? അതേ സാധനം തന്നെയാണ് ഇവിടെ. അതേ സാധനം തന്നെയാണ് ഇവിടെ. നമുക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ എന്ത് ചെയ്യാം, അറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് മറ്റൊരാളോട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അതിന്റെ ഒരു റീസൺ ഇതാണ്. ഒരു റീസൺ ഇതാണ്, നമ്മുടെ ക്യാമറ ഫിയർ നമ്മൾ മാറ്റിയിട്ടില്ല അല്ലെ? നമ്മുടെ ഫേസിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് ടെൻഷൻ, നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ, ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ അല്ലെ? ഇതെല്ലാം ബേജാറാണ്, ഇതെല്ലാം നമുക്ക് ടെൻഷനാണ്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയണം. ഒരു സെൽഫി എടുത്ത് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞാൽ ടെൻഷനാണ്, അല്ലെങ്കിൽ നമ്മളത് മറക്കും. അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാനോ അല്ലെങ്കിൽ ഇതിലിടാനോ പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രൂപ്പിൽ ഇടാനോ പറഞ്ഞാൽ ബേജാറാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, എന്റെ ഇരുത്തം ശരിയല്ല, അല്ലെങ്കിൽ എന്റെ ഫേസ് ശരിയല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അല്ലെ? നമുക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് അതിന്റെ മുന്നിൽ നമ്മുടേതായിട്ടൊരു സ്പേസ്, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ, ഞാൻ ഇരിക്കുന്ന ഒരു സ്പേസ്, ഇത് എന്റെ ഒരു റൂമിന്റെ ഒരു കോർണറാ. അവിടെ ഞാനൊരു ടേബിളും ഒരു ചെയറും എന്റെ ഫിജിക്കാർട്ടിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സും എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്റെ ഓഫീസ് സ്പേസാ, ഇതെന്റെ ഓഫീസ് സ്പേസാ. നിങ്ങളുടെ വീടുകളിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓഫീസ് സ്പേസ് ഉണ്ട്? ഫിജിക്കാർട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ടേബിൾ എത്ര ആൾക്കുണ്ട്? ഇവിടെ പലരുടെയും ഓഫീസ് സ്പേസ് എനിക്കറിയാം, അടുക്കളന്റെ ജനലാ. അടുക്കളന്റെ ജനലിലായിരിക്കും ഫോൺ ഇരിക്കുന്നുണ്ടാവുക, ഫ്രിഡ്ജിന്റെ ടോപ്പിലോ ഫ്രിഡ്ജിന്റെ മേലെ ആയിരിക്കും പെന്നും ബുക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലേ? നമ്മൾ ഈ ബിസിനസ് വളരെ പ്രൊഫഷണലി ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകളാണ് അല്ലെ? അങ്ങനെ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തും കിട്ടുള്ളൂ, വരുമാനം ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ഇതിൽ എത്ര ആളുകള് കൃത്യമായിട്ട് ഒരു ടേബിൾ ഇട്ട് അവിടെ ഒരു ചെയർ ഇട്ട്, മാം ഓഡിബിൾ ആണോ? എനിക്കിവിടെ ഒരു ബ്രേക്ക്. എത്ര അറിയോ? ഈ രണ്ടിലും എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇതിൽ ആരൊക്കെ, എല്ലാ ഡീറ്റെയിൽസും ഈ പുസ്തകത്തിന്റെ അകത്ത് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് എഴുതി തീർത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നാളുകൾ ചെയ്യേണ്ടത്, ഒരു മാസത്തിൽ വരേണ്ട ഷെഡ്യൂൾസ്, നമ്മൾ ഉണ്ടാക്കേണ്ട ഇത് എന്താണ് എൻക്വയറീസ്, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു പുസ്തകത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അതിന്റെ ഓപ്പോസിറ്റ് ഇതേപോലെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോ ലൈറ്റ് ഓക്കെയാണ്, അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. കമ്പനിയുടെ BOPL നടക്കുമ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടാഗ്, അതുപോലെ തന്നെ ഇതുപോലെ ബുക്ക്. ഒരു 15 രൂപ കൊടുത്താൽ ഒരു സ്റ്റാൻഡ് കിട്ടും. അതുപോലെ ഒരു സ്റ്റാൻഡ് ഇട്ട്, ഒരു 15 രൂപയുള്ള ഈ ഒരു സ്റ്റാൻഡിന്, ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ കയറി ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതുമായി അല്ലെ? അങ്ങനെ ഈ ഒരു ബിസിനസ് പ്രൊഫഷണലി ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്ക് പറ്റണം അല്ലെ? പലരുടെയും ഫോൺ ഇരിക്കുന്നത് ചിലപ്പോൾ ജനലിന്റെ കമ്പിയിലോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, വ്ളോഗർമാരൊക്കെ പോകുന്നത് പോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് MC ചെയ്യുന്നു, നടന്ന് MC ചെയ്യുന്നു, ഓടി MC ചെയ്യുന്നു അല്ലെ? ഇപ്പൊ ഇവിടെ രേണുക മാമിന്റെ ഒക്കെ ഫാനാണ് 7am കേൾക്കുന്നത്. മിക്കവാറും അത് സീലിംഗ് അച്ചീവർ ആയിരിക്കും, കാരണം സീലിംഗിലാണല്ലോ അത് കിടക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് അല്ലെ, നമ്മളെ പോലും അറിയാതെ നമ്മളെ നമ്മളെ എന്ത് ചെയ്യാണ്, താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ അല്ലെ? ഒരു 1-to-1 കൊടുക്കണം. ഒരു ഉദാഹരണം, പ്ലാനൊക്കെ നിങ്ങൾ പഠിച്ചു, ഒരു 1-to-1 കൊടുക്കണം നിങ്ങൾക്ക് അല്ലെ? ക്യാമറ ഓൺ ചെയ്യാതെ നമുക്ക് 1-to-1 കൊടുക്കാൻ പറ്റുമോ? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആരാണെന്ന് അറിയാതെ നമുക്കൊരു 1-to-1 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്യാമറ കോൺഫിഡൻസ് വരണം, സ്ക്രീൻഷോട്ട് വരണം. ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പൊ നമ്മളിവിടെ ഒരു സെഷൻ ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് സുചിത്ര മാഡത്തിനെ കാണുന്നുണ്ട്.
സുചിത്ര മാഡം ഒരു സെഷൻ ചെയ്യുന്ന സമയത്ത് സുചിത്ര മാഡത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ വരികയാണ്. എന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് അല്ലെ? നല്ലൊരു സ്ക്രീൻഷോട്ട് വരുന്ന സമയത്ത് സരസ്വതി മാഡത്തിന്റെ അല്ലെങ്കിൽ അനിരുദ്ധിന്റെ അതല്ലാത്ത മായ മാഡത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് വരികയാണ്. സ്ക്രീൻഷോട്ട് വന്ന് അത് ഗ്രൂപ്പിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന പാർട്ട്നേഴ്സ്, ശരണ്യ മാഡം കൊണ്ടുവന്ന പാർട്ട്നേഴ്സ് 7am കയറാത്തൊരു വ്യക്തിയാണ്, എന്ത് പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരാളാണെങ്കിൽ ശരണ്യ മാഡത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ശരണ്യ മാഡത്തിന്റെ സ്ക്രീൻഷോട്ട് 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി ശരണ്യ മാഡം കൊണ്ടുവന്ന വ്യക്തി 7am കയറും. ഇവൾ എന്താ പറയണെന്ന് അറിയാൻ. ഞാൻ അങ്ങനെ കയറിയതാ, എന്റെ പാർട്ട്നേഴ്സും അങ്ങനെ കയറിയതാ. ഞാൻ എന്താ പറയുന്നേന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ പറയുന്ന ഓരോ കാര്യത്തിനും വെറുതെ പറയുന്നല്ല. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിനെന്തുണ്ട്? വലിയ വാല്യൂ ഉണ്ട്, വലിയ ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? സൃഷ്ടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക്. ഇപ്പൊ എന്റെ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാല് ഇവിടെ ഓപ്പോസിറ്റ് ആരെ കാണാൻ പറ്റും? അതിന്റെ അടുത്ത് തന്നെ നിങ്ങളെ ചെറുതായിട്ട് അവിടെ കാണാൻ പറ്റും അല്ലെ? അതൊന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് നോക്കി നോക്കി. ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു, എനിക്ക് ഇന്ന കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങളെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാത്ത ഒരു പാർട്ട്ണർ നിങ്ങളെ വിളിച്ചിരിക്കും. 100% വിളിച്ചിരിക്കും. കാരണം എന്താണ് കേട്ടത് എന്നറിയാനുള്ള ടെൻഷൻ. അതങ്ങനെയാണ്. നമ്മൾ പിന്നാലെ നടക്കുമ്പോൾ അറിയില്ല. നമ്മൾ അവിടുന്ന് മാറുന്ന സമയത്താണ് നമ്മുടെ വാല്യൂ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചറിയുള്ളൂ അല്ലെ? നമ്മളിങ്ങനെ പിന്നാലെ പറഞ്ഞുകൊണ്ട് നടക്കുക, അത് ചെയ്യ്, ഞാനുണ്ട് കൂടെ, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യെന്ന് പറയുമ്പോ എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല അല്ലെ? അതല്ലാതെ നമ്മൾ നമ്മുടേതായ കാര്യം നോക്കി പോണ സമയത്തായിരിക്കും ഇവര് ഞാനും ഉണ്ട്, എന്നെ നീ കൊണ്ടുവന്നിട്ട് നീ ഇവിടെ എന്നെ ഇട്ടിട്ട് പോവല്ലേ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു കയറുള്ളൂ. ഞാൻ അങ്ങനെ വന്ന ഒരാളാ. എന്റെ പിന്നാലെ നടന്ന സമയത്ത് എനിക്ക് പുല്ലുവിലയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കുന്ന കോളുകൾ നിർത്തി. കാരണം അവൾക്ക് തോന്നിക്കാണും എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവള് വർക്ക് എടുക്കില്ല, വെറുതെ നമുക്ക് എന്തിനാണ് നമ്മുടെ സമയം കളയുന്നത്, അടുത്ത ആളിലേക്ക് പോവാന്ന്. പക്ഷെ അവിടെ നഷ്ടം ആർക്കാണ്? എനിക്ക് മാത്രമായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ അവള് പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നതാണെങ്കിൽ എനിക്ക് വന്നിരുന്ന നഷ്ടം ഏകദേശം, നിങ്ങൾ വിചാരിക്കും പ്രൊഡക്റ്റ് വാങ്ങിയ പൈസയാണെന്ന്. അല്ല, പ്രൊഡക്റ്റ് വാങ്ങിയ പൈസക്ക് പ്രൊഡക്റ്റ് കിട്ടിയോ? അപ്പൊ അത് നമുക്ക് വലിയ നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഫിജിക്കാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടാത്ത വരുമാനത്തിന്റെ കണക്കൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇപ്പൊ എനിക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ കരയുന്ന ആൾക്കാരല്ലേ, എന്തൊക്കെയോ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഇത് കിട്ടാത്തത്. അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചെയ്തത് കൊണ്ടാണ് ഫിജിക്കാർട്ടിൽ നിന്ന് എന്ത് കിട്ടാത്ത, ഒരു വരുമാനവും കിട്ടാത്തത്. ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലേ, ആ പറഞ്ഞ പോലെ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് വരുമാനം കിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്താവില്ല, ഫിജിക്കാർട്ടിൽ വരുമാനം വരില്ല. എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫിജിക്കാർട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ? നമുക്ക് ഉണ്ടാവൂല്ലേ, ഇന്ന വഴി കൂടെ പോയാലാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുള്ളൂ എന്നുണ്ടാവും. ആ വഴിയല്ലാത്ത മറ്റെല്ലാ വഴിയിലൂടെ പോയാലും നമുക്ക് ആ സ്ഥലം എത്താൻ പറ്റുമോ? ചിലപ്പോ എത്തും, ചിലപ്പോ എത്തില്ല, ചിലപ്പോ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും എത്തുക അല്ലെ? എല്ലാ ദിവസവും ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് വലിയ പ്രയാസമല്ല, ഉണ്ടോ? നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. ഫിജിക്കാർട്ടിനെ സംബന്ധിച്ചോളം ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഷോർട്ട് കട്ട് ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ നമുക്ക് പിൻവാതിൽ നിയമനം ചെയ്യാൻ പറ്റൂല, ഷോർട്ട് കട്ട് ഇല്ല, ഒന്നുമില്ല. കാരണം എങ്ങനെയാ പിൻവാതിൽ നിയമനം? ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട്, ഒരു സെയിൽസ് പോലും അറിയാത്ത ഒരാളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു റാങ്കിൽ കയറ്റി ഇരുത്താൻ പറ്റുമോ? അങ്ങനെ ഇരുത്തിയാൽ തന്നെ ആ വ്യക്തിക്ക് ആ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു SRൽ നിന്ന് തുടങ്ങി ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പുതുതായിട്ട് ഒരാളെ കൊണ്ടുവന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തു, ആൾക്ക് ആ ടീമിന് അണ്ടറിലുള്ള പാർട്ട്നേഴ്സിന് എന്ത് പറഞ്ഞു കൊടുക്കണം, ഏത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെ പറയണം എന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരിക്കലും ഇവിടെ കള്ളത്തരം കാട്ടാൻ പറ്റില്ല. ഒരാൾക്കും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ് ലീഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? എക്സ്പീരിയൻസ് ഇല്ലാതെ ലീഡ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ
ഇന്നത്തെ കാലത്ത് പിൻവാതിൽ നിയമനം നടത്താൻ പറ്റാത്ത, കള്ളത്തരം കാട്ടാൻ പറ്റാത്ത ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ് അല്ലെ. ഇനി വേറെ കുറച്ച് ആളുകൾ ക്യാമറ ഓൺ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അവരപ്പുറത്ത് തിരുമ്പാനും മുറ്റടിച്ചു വാരാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. കുട്ടികളെ കുളിപ്പിക്കാനും എല്ലാം പോയിട്ടുണ്ടാവും. ഈ ബഹളത്തിന്റെ ഇടയിൽ ഈ പറയണത് ഒന്നും എന്ത് ചെയ്യില്ല, കേൾക്കില്ല. അല്ലെങ്കിൽ പകുതി കേൾക്കും, പകുതി കേൾക്കില്ല, പകുതി കേൾക്കും, പകുതി കേൾക്കില്ല അല്ലെ. അങ്ങനെ ആയാലും ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നമുക്ക് എന്ത് കിട്ടില്ല, വലിയ വരുമാനം കിട്ടില്ല അല്ലെ. ഈ തിരുമ്പാൻ പോകുന്ന സമയത്ത് ഈ ഫോണും കൂടി അങ്ങോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ തലയിൽ കൂടെ ഹെഡ്സെറ്റ് അങ്ങോട്ട് വെക്കുക അല്ലെ. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്, ഈ ബിസിനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട 1-2 സാധനം ഉണ്ട്. അതിലൊന്നാണ് ഹെഡ്സെറ്റ് എന്ന് പറയുന്ന സാധനം. രണ്ടാണ് ഇന്റർനെറ്റും ഹെഡ്സെറ്റും മസ്റ്റാണ് അല്ലെ. ഇന്റർനെറ്റും ഹെഡ്സെറ്റും മസ്റ്റാണ്. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പറയുന്നത് എന്താ, ചിലപ്പോൾ പുറത്ത് ബഹളം ഉണ്ടാവും, കുട്ടികൾ കരയുണ്ടാവും, വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടാവും, നിങ്ങൾ തിരുമ്പുണ്ടാവും, ചിലപ്പോൾ ബാത്റൂം കഴുകുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയുടെ ഇടയിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക, കേൾക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ കൃത്യമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മളെ ഹെഡ്സെറ്റ് അല്ലെ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അല്ലെ. ഇപ്പൊ ചില വീടുകളിൽ ഉണ്ടാവും, രാവിലെ ആയിരിക്കും എല്ലാ ബഹളവും ഉണ്ടാവും. ഒരു 7 മണി മുതൽ 8 മണി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. എന്റെ ബനിയൻ കാണാനില്ല, എന്റെ ഷർട്ട് കാണാനില്ല, എന്റെ പാന്റ് കാണാനില്ല, എന്റെ മിഡി കാണാനില്ല, എനിക്ക് ആ സാധനം കിട്ടിയില്ല, എന്റെ പെൻസില്, എന്റെ ടിഫിൻ ബോക്സ്, എന്റെ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഉണ്ടാവും, നിലവിളിക്കുണ്ടാവും. ചിലപ്പോ ബാത്റൂമിൽ പോയിട്ട് തോർത്തേ തോർത്തേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുണ്ടാവും. സോപ്പില്ല, ഷാമ്പൂ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുണ്ടാവും അല്ലെ. ഈ സമയത്ത് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കുന്നെങ്കിൽ അപ്പൊ നമ്മൾ പറയും, ഉണ്ട് ഞാനിവിടെ 7am വെക്കാണ്. എന്റെ വീട്ടിലെ ഫസ്റ്റ് ഞാൻ അങ്ങനെയായിരുന്നു. രാവിലെ മുത്തശ്ശി, അതായത് എന്റെ വല്യമ്മ ഉണ്ടായിരുന്നു, മോനുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒരു ചായ കിട്ടുമോ ചോദിക്കുമ്പോ ബാക്കി എല്ലാവരെയും എന്ത് ചെയ്യേണ്ടി വരും, മിരട്ടേണ്ടി വരും അല്ലെ. മിണ്ടാതിരുന്നോ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്താണ്, ഒരു ഹെഡ്സെറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അവനവന്റെ ചെവിയിലേക്ക് അങ്ങോട്ട് തിരികുക. കാരണം എന്താ വെച്ചാല്, എന്റെ വീട്ടിലൊരിക്കൽ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, ഓ ഇവളൊരുത്തി രാവിലത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനെക്കാട്ടും ബാക്കിയുള്ളവർക്കൊന്നും മിണ്ടാൻ പറ്റൂലേ. അപ്പൊ അവർക്കൊരു ഫ്രസ്ട്രേഷനാ, എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അവരവിടെ എന്തോ മിണ്ടിക്കോട്ടെ അല്ലെ. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടാ മതി അല്ലെ. അതിനിപ്പോ അത് ബാത്റൂമിൽ പോയിട്ട് കേട്ടാലും ശരി, അല്ലെങ്കിൽ തിരുമ്പുമ്പോ കേട്ടാലും ശരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. ഈ ബഹളങ്ങളുടെ ഇടയിലാണെങ്കിലും നമ്മുടെ ചെവിന്റെ അകത്താണെങ്കിലും നമുക്കിത് കേൾക്കാൻ പറ്റും അല്ലെ. അങ്ങനെയൊക്കെ കേട്ട ആളുകളാണ് പിന്നീട് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടുള്ളതും പൈസ വാങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ആളുകൾ. അതെന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോ, നമ്മൾ പണ്ട് മോഹൻലാൽ ചിക്കൻ കറി വെച്ച പോലെയോ, ഓർമ്മ ഉണ്ടോ? മോഹൻലാല് ഒരു ഫിലിമില് ചിക്കൻ കറി വെക്കാൻ പോയിട്ടുണ്ട് അല്ലെ. അതില് എന്താണ്, ഒരാള് മുകേഷ് അവിടെ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. മോഹൻലാല് ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി അവിടെ വെച്ചിട്ട് പോയി. അപ്പൊ മുകേഷ് വന്നിട്ട് വിളിക്കും, അതിനെ മാറ്റും അല്ലെ. അതിൽ ട്യൂൺ ചെയ്ത് മാറ്റുന്ന സമയത്ത് അവിടെ എക്സസൈസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് ചെയ്യും. ഇപ്പോൾ എന്നിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് വിലാസിനി ഫോണിന്റെ മൈക്കോ അത് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും ഇപ്പോ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായി എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യും, അല്ലെ. പകുതി പറയുന്നത് കേൾക്കും, പകുതി പറയുന്നത് എന്ത് ചെയ്യില്ല, കേൾക്കില്ല. വിലാസിനി മെമ്മോ കേൾക്കും, പകുതി എന്ത് ചെയ്യില്ല, കേൾക്കില്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെയാണ് നമ്മള് അല്ലെ, പകുതി കേൾക്കും. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ പറയുന്ന പകുതി കേട്ടു, ഞാനിപ്പോ ഫിജിക്കാർട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു, പകുതി കേൾക്കും, പകുതി എന്ത് ചെയ്യില്ല, കേൾക്കില്ല. അപ്പൊ ഈ പകുതി കേട്ട ഒരാളുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബിസിനസിന്റെ അകത്ത് നമ്മുടെ ഒരു ZSTM ആയിട്ടൊരു ലീഡർ നമുക്കൊരു ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്ത സമയത്ത് അതോറിറ്റിയെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ ഈ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ മുന്നിൽ പോയിട്ട് പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ, ഏട്ടനോട് ചോദിക്കട്ടെ, ചേച്ചിയോട് ചോദിക്കട്ടെ, അപ്പുറത്തെ വീട്ടിൽ ചോദിക്കട്ടെ, ഇനി ചിലപ്പോൾ അവിടുത്തെ പട്ടിക്കുട്ടിനോട് പോലും ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ ബിസിനസ് എന്ത് ചെയ്യട്ടെ, വരട്ടെ എന്ന് പറയാ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുള്ള വീടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആരാണോ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം എടുക്കുന്ന ആളോട് വേണം നിങ്ങൾ എന്ത് ചെയ്യാ, സംസാരിക്കാൻ. അപ്പൊ അത് നമുക്ക് അറിയില്ല അല്ലെ, ആരാണ്, ഹസ്ബൻഡ് ആണോ വൈഫ് ആണോ തീരുമാനം എടുക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ഒരു മയത്തിൽ എന്ത് ചെയ്യണം,
ഈ മയം എന്നുള്ളൊരു വാക്ക് അവിടെ കേട്ടിട്ടില്ല തോന്നുന്നു. നമ്മൾ ഒരു മയത്തിൽ എന്ത് ചെയ്യണം, ഈ വീട്ടില് ആരാണ് തീരുമാനം എടുക്കുന്നത് അല്ലെ? അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു ഹസ്ബൻഡും വൈഫും. അവിടെ എപ്പോഴും ഹസ്ബൻഡ് ആണ് എല്ലാ കാര്യവും തീരുമാനം എടുക്കണം, വൈഫിന് വലിയ റോളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വൈഫിന്റെ മുന്നിൽ പോയിട്ട് എന്തെന്നെ ഈ ബിസിനസ് പ്രസന്റ് ചെയ്താലും എന്ത് ചെയ്യില്ല, അവിടെ സെയിൽ ഓപ്പൺ ആവില്ല. നിങ്ങൾ മണിക്കൂർ കണക്കിന് അവിടെ ഡാൻസ് കളിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ അവരോട് ചോദിക്കണം, ആരാണ് ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത്, അവരോട് വേണം ഈ സാധനം പറയാന്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക, ആരാണ് തീരുമാനം എടുക്കുക, നിങ്ങൾ രണ്ടിൽ ആരാണ്, ആരുടെ തീരുമാനമാണ് ഫൈനൽ എന്നുള്ളത് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട പാട് കേൾക്കാത്ത പാട് എൻ്റെ ഒരു SD ലീഡർ അന്നത്തെ ദിവസം പ്രസന്റേഷൻ കൊടുക്കാൻ പോയി. ഈ 7am ഒരു പവറാണ്. പ്രസന്റേഷൻ കൊടുക്കാൻ പോയിട്ട് ആള് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ പകുതി കേട്ടിട്ട് പ്രസന്റേഷൻ ഒക്കെ കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞു, ആ ഒരു കസ്റ്റമർ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാ എന്ന് പറഞ്ഞ വഴിക്ക് ആളെന്ത് ചോദിച്ചു, ഈ വീട്ടിൽ ആരാ തീരുമാനം എടുക്കണം? അങ്ങനെ ചോദിച്ചു, ഈ വീട്ടിൽ ആരാ തീരുമാനം എടുക്കണത്? നിന്റെ തീരുമാനത്തിനാണോ വില, അതോ നിന്റെ കെട്ടിയവന്റെ തീരുമാനത്തിനാണോ വില എന്ന് ചോദിച്ചിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. ആ വീട്ടിൽ നിന്ന് പിടിച്ചങ്ങോട്ട് പുറത്താക്കി. ആ സെയിലും പോയി. എന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാഡം ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനല്ല അത് പറഞ്ഞത്, എൻ്റെ ഒരു ലീഡറായിരുന്നു. അപ്പൊ പറഞ്ഞു, അവരല്ലേ പറഞ്ഞത് ആർക്കാണോ അധികാരമുള്ളത് അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പൊ ആ ചോദിക്കുന്നതിനൊരു രീതി ഉണ്ട് അല്ലേ? ആ രീതിയും മൂപ്പര് അവിടെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തില്ല, അത് അവര് കണ്ടില്ല. ഈ പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആരാണോ അധികാരം അല്ലെ? ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് സെയിൽസ് ഓപ്പൺ ആവണം എന്നുള്ള തിരക്കില് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആലോചിക്കാതെ അല്ലെ, നമ്മൾ പറയാം മിനിമം കോമൺ സെൻസ് ഉപയോഗിക്കാതെ ചില പ്രവർത്തികൾ ചെയ്യും. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് ആളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ രണ്ടുപേർക്കും അല്ലെ, ചിലവരുടെ ഈഗോ പെട്ടെന്ന് തട്ടും, അങ്ങനെ ഈഗോ എഫക്റ്റ് ആയി സെയിലും മിസ്സായി. ആ പാർട്ട്ണർക്കും എന്തോ പോലെയായി അല്ലെ? അപ്പൊ പകുതി കേൾക്കും, പകുതി എന്ത് ചെയ്യില്ല, കേൾക്കില്ല. അപ്പൊ അങ്ങനെ കേട്ടത് കൊണ്ട് വലിയ കാര്യമുണ്ടോ? അങ്ങനെ കേട്ടതുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല അല്ലെ? അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇയർഫോൺ ഒക്കെ വെച്ച് കേൾക്കാനൊക്കെ പറയാ അല്ലെ? ഇനി ഇതെല്ലാം കേട്ടു, ഇതെവിടെ പ്രയോഗിക്കണം, ആരെടുത്ത് പ്രയോഗിക്കണം അല്ലെ? ഇപ്പൊ നമ്മളിവിടെ കുറെ ഒബ്ജക്ഷൻസ് പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ പറയും ചില ആളുകളോട് സംശയമില്ലാത്ത, അപ്പൊ നമ്മൾ പ്രസന്റേഷൻ ഒക്കെ കൊടുത്താൽ ചിലവർ എന്ത് ചെയ്യില്ല, ഒന്നും മിണ്ടില്ല. പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ ആണോന്നും പറയില്ല, ഈ ബിസിനസ് വേണോന്നും പറയില്ല, വേണ്ടേന്നും പറയില്ല, ഒന്നും മിണ്ടില്ല, ഒരു സംശയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചിലപ്പോ അവർ ഓക്കെ ആയിരിക്കാം, ഞാനൊന്ന് ഹസ്ബൻഡിനോടും കൂടി ചോദിച്ചിട്ട് പറയാന്നായിരിക്കും പറയാ. അപ്പൊ പറയാണ്, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. നീ ഡൗട്ട്, അതെന്താ നിനക്ക് ഡൗട്ട് ഇല്ലാത്ത? നിനക്ക് പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അതെന്താ നിനക്ക്, നീ അപ്പൊ എങ്ങനെ ഉദ്ദേശിച്ചിട്ടേ? അങ്ങനെ ഡൗട്ട് ഇല്ലാത്ത ആളുകളെ, സംശയം ഇല്ലാത്ത ആളുകളെ അല്ലെ നമ്മള് ഇതാക്കും. പിന്നെ അടുത്ത ആളുകൾ നമ്മൾ ഈ ബിസിനസ്സിൽ ആളെ ചേർത്തണോ? അല്ലെങ്കിൽ ആദ്യം തന്നെ പറയുന്ന ഒരു അബദ്ധാണ്, ഈ ബിസിനസ്സിൽ വന്നിട്ട് അപ്പൊ ഞാൻ ഇനി ഇതിൽ വന്നതിന് എന്താ ചെയ്യേണ്ട, സാധനം അത് പറ്റില്ല, നീ 2-3 ആളുകളെ ചെയ്യണം. ചെയ്തിട്ടില്ല, ചെയ്യുന്നതിന് മുന്നേ ബിസിനസ് പ്ലാൻ പറയുന്ന സമയം മുതലേ എന്ത് ചെയ്യാണ്. അപ്പോ ഈ കേൾക്കുന്ന വ്യക്തി എന്താ ചിന്തിക്കുക, ഇത്തിരി സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് ചിന്തിക്കും, എന്തായാലും ഞാൻ പൈസ അറേഞ്ച് ചെയ്യാൻ ഒരാഴ്ച എടുക്കും, ആ ഒരാഴ്ചന്റെ ഉള്ളില് ഞാന് ഒരു 2-3 ആളെ അങ്ങോട്ട് എന്ത് ചെയ്യട്ടെ, പിടിക്കാൻ പോട്ടെ അല്ലെ? ആളെ പിടിക്കാനായിട്ട് എന്ത് ചെയ്യും, നടക്കും. ഈ ബിസിനസ്സിൽ നമ്മൾ പറഞ്ഞ പ്ലാന് ചിലപ്പോ ഒരു അരമണിക്കൂറായിരിക്കും. അവര് പറഞ്ഞ പ്ലാൻ എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞുതരാം. അവരെങ്ങനെയാ പറയാ, ഒരു ബോബി ചെമ്മണ്ണൂരിൽ ഒരു പരിപാടി ഉണ്ട്, ഫിജിക്കാട്ട് എന്നാണ് പേര്. അതിന്റെ അകത്ത് കുറച്ച് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത്ര പോയിന്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു 2000 രൂപ മുതൽ ഞാൻ കൂടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നീയും കൂടി കൂടുന്നു ആയിരിക്കും എന്ത് ചെയ്യാ, പറയാ അല്ലയോ? ഇതെന്നല്ലേ പറയാ? ഞാൻ ചോദിച്ചു, അങ്ങനെ തന്നെ അല്ലേ പറയാ? ഇതായിരിക്കും നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ കൊടുത്ത പ്രസന്റേഷൻ അവര് ഒരൊറ്റ മിനിറ്റ് എന്ത് ചെയ്യും, കൊടുക്കും.
നിങ്ങക്ക് തോന്നുന്നുണ്ടോ അവർക്ക് പാർട്ട്ണർഷിപ്പിന് ആളെ കിട്ടുന്നു? കിട്ടുമോ? കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല അല്ലേ? അപ്പൊ ജോയിൻ ചെയ്യാൻ ഇരുന്ന ആൾ കൂടി അയ്യോ ഞാൻ 2-3 പേരോടൊക്കെ പറഞ്ഞു, അവരാരും ഇത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. വേണ്ട വേണ്ടെന്നാ പറയുന്നത്, നിനക്ക് പ്രാന്താണെന്നാ പറയണത്, നിനക്ക് ആരെങ്കിലും ഇത്രയും വില കൊടുത്ത് സാധനങ്ങൾ എടുക്കോ എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാ പറയാ. പകരം ഇതിന് നേരെ തിരിച്ച് റിവേഴ്സ് ആണെങ്കിൽ അവർ ഐഡിയ അടിച്ച് അതുവരെ ചില ആളുകളുണ്ട് കേട്ടോ, എന്താ നിങ്ങൾ ഇപ്പൊ ആരോടും പറയല്ലേ, ഇങ്ങനെ പറയാ. നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാ പൈസയൊക്കെ തന്ന് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രസന്റേഷൻ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ബിസിനസ് ജോയിൻ ചെയ്യുന്നവരെ ആരോടും പറയല്ലേ, ആരോടും പറയാണ്ട് വേണം ജോയിൻ ചെയ്യാൻ. അപ്പൊ ഈ കേൾക്കുന്ന ആളുടെ മനസ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണ്ടേ? അതെന്താ അവരങ്ങനെ ആരോടും പറയണ്ട പറയണെന്നായിരിക്കും എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പൊ തന്നെ വിളിച്ചിട്ട് അച്ഛനോടും അമ്മയോടും ഹസ്ബൻഡിനോടും ഇനി അവിടെയുള്ള നാട്ടുകാരോടും 4 ആളെ അന്വേഷിച്ചിട്ടും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ആളുകൾ സങ്കടം ഉണ്ടാവും, മിസ്സാവും. ചിലവർ പോസിറ്റീവ് ആയിരിക്കും പറയാ, അപ്പൊ വേഗം നമുക്ക് രജിസ്ട്രേഷൻ വരികയും ചെയ്യും അല്ലെ? പക്ഷെ നമ്മൾ പറയേണ്ടത് ഒന്നാണ് അല്ലെ, നമ്മൾ എന്തുകൊണ്ടാണ് അവരോട് ഇപ്പൊ മറ്റുള്ള ആളുകളോട് എന്ന് പറയുന്നത് അല്ലെ? ഞാൻ ഇങ്ങനെയാ പറയാ, നമുക്കൊരു ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ് കഴിഞ്ഞ് കൃത്യമായിട്ട് ബിസിനസ് എന്താ വ്യക്തികളോട് നീ പറയാ, ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ തെറ്റി പറഞ്ഞു, അത് കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, എന്നിട്ട് പിറ്റത്തെ പ്രാവശ്യം പോയിട്ട് പറയണം ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിരുന്നു, അതൊക്കെ നീ മാച്ച് കളി, ഇതാണ് കറക്റ്റ്, ഇത് നീ നിന്റെ മനസ്സിൽ വെച്ചാ മതി എന്ന് പറഞ്ഞില്ലേ, അവരത് സ്വീകരിക്കും തോന്നുന്നുണ്ടോ? അത് എത്ര ചങ്കാണെങ്കിലും ശരി, എത്ര ഇതാണെങ്കിലും എന്താവില്ല, അത് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവില്ല അല്ലെ? അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, ഈ ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ വേണം. തുടക്കത്തിൽ ആര് വരും? നമ്മൾ വന്ന് ബിസിനസിനെ കുറിച്ച് സംസാരിക്കും, ജസ്റ്റ് എന്ത് ചെയ്താൽ നിനക്ക് ഈ ബിസിനസ് പറയാനുള്ള ആളുകളെ എനിക്ക് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്ത് തന്നാ മതി അല്ലെ? അത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഈ ബിസിനസ്സിൽ അവരെക്കാൾ എക്സ്പീരിയൻസ് ആർക്കുള്ളത് കൊണ്ടാണ്, നമുക്കുള്ളത് കൊണ്ടാണ് അല്ലെ? അതുകൊണ്ട് ഇനി അടുത്തത് എന്താ, ഇനി അടുത്തൊരു പ്രശ്നം വരുന്നത് അല്ലെ, നമ്മളിവിടെ പറയും ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഈ ബിസിനസിന്റെ ആവശ്യത്തെ കുറിച്ചിട്ടാണല്ലേ, ആർക്ക് വേണം ഈ ബിസിനസ് എത്തിക്കാൻ, ആവശ്യമുള്ള ഒരാൾക്ക് വേണം ഈ ബിസിനസ് എത്തിക്കാൻ അല്ലെ? ഇവിടെ കുറച്ച് ആളെ എങ്ങനെയാണെന്നറിയോ ഈ ബിസിനസ്സിൽ ആളെ എത്തിക്കുന്നത്? ഞാൻ എന്തായാലും ഒരു 10-25 രൂപ എടുത്തിട്ട് വന്നു, അപ്പൊ അത് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള കുറച്ച് കാശുകാരായിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യുള്ളൂ, ഈ ബിസിനസ് പറയുള്ളൂ. കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞാലല്ലേ മാഡം അവർക്ക് ആ കാശ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിന് ഞാൻ അതിബുദ്ധി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അവരെന്തൊക്കെ പറയും, ഞങ്ങൾ ബ്രിഡ്ജ് പ്രൊഡക്ട്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെയും പറയാം. അപ്പുറത്തുനിന്ന് 10 രൂപന്റെ 20 രൂപന്റെയും കിറ്റ് വാങ്ങിയിട്ടായിരിക്കും ഇവിടെ സാമ്പാർ വെച്ചിട്ടുണ്ട്, അത് അവിടെ കാണൂല. ഞങ്ങൾ ബ്രാൻഡ് പ്രൊഡക്ട്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ലൂന്ന് മാത്രമേ സാധനം വാങ്ങിക്കുള്ളൂ, ഇത്ര ചീപ്സ് ഒക്കെ വാങ്ങുന്നതെന്ന് ചോദിക്കും. ഇതും കേട്ടോണ്ട് ഇങ്ങോട്ട് വരും അല്ലേ? ഇനി അപ്പൊ നമ്മൾ പറയും നമുക്ക് ഈ ബിസിനസ് ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കണം പറയും. അപ്പൊ ഇവിടെ കാറ്റഗറി ആൾക്കാരുണ്ട്. ഈ ചെവിന്റെ ഉള്ളിൽ ഈർക്കിളി ആയിരിക്കും ഉണ്ടാവുക, ഈ ചെവിന്റെ പൊട്ടയില് ഈർക്കിളി ആയിരിക്കും എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടാവുക. അവിടെ പോയിട്ട് പ്രസന്റേഷൻ കൊടുക്കും. അതായത് ഒരു 10 രൂപ പോലും തിരിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, പ്രസന്റേഷൻ കൊടുക്കും. എന്നിട്ട് പറയും അയ്യോ എനിക്ക് കിട്ടുന്നില്ലേ, ഞാൻ പറയുന്ന ആൾക്കാർ പൈസ ഇല്ല പറയണേ. ഒരു കാറ്റഗറി പൈസ ഇല്ല എന്നും പറയും, ഒരു കാറ്റഗറി ഞങ്ങൾക്ക് ഈ ബിസിനസ് ആവശ്യമില്ല എന്നും പറയും. അതിന്റെ പുറമെ കുറച്ച് ആളുകളുണ്ട്, ബോബി ചെമ്മണ്ണൂർക്ക് ഇല്ലാത്ത കുറ്റം, അവരെ പോലെ, അതായത് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ പോയ ആളുകളെക്കാൾ മികച്ച ഒരാൾ ഇപ്പൊ നാട്ടിലാവില്ല, അല്ലെങ്കിൽ ബോബി സാറെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ ജീവിതത്തില് വേറെ ആരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അമ്മാതിരി നെഗറ്റീവ് പറയും. അവര് ചിലപ്പോ അറബിയെ പറ്റിച്ച് വന്നതായിരിക്കും, അത് ഇവിടെ വിഷയമായിരിക്കും. ഇവര് ബോബി സാറ് നാട്ടുകാരെ പറ്റുന്നു എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അല്ലേ? ഇങ്ങനെയുള്ള ആളോട് പോയിട്ട് പ്രസന്റേഷൻ കൊടുത്താലും നിങ്ങൾക്ക് സെയിൽ കിട്ടില്ല. പകരം എങ്ങനെയുള്ള ആളുകളോട് കൊടുക്കണം, ഒരു ബിസിനസ് അവസരം അന്വേഷിക്കുന്ന ആളുകളോട്,
വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എക്സ്ട്രാ ഇൻകം നോക്കുന്ന ആളുകളോടോ, ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മറ്റു ജോലികളിലേക്ക് പോവാൻ പറ്റാത്തവരോടോ, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡുള്ള ആളുകളോടൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ബിസിനസ് പറയാൻ. ഇനി വേറെ ആളുകളുണ്ട്, കാരണവന്മാരോട് പോയിട്ട് ബിസിനസ് പ്ലാൻ പറയും. എല്ലാ കാര്യത്തിനും നെഗറ്റീവ് പഠിപ്പിക്കുന്ന കാരണവരുടെ അടുത്ത് പോയിട്ട് ബിസിനസ് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ആ കുടുംബത്തിൽ ഒരാളോടും പ്ലാൻ പറയേണ്ടി വരില്ല. കാരണം ആ പ്ലാൻ അവര് പറഞ്ഞോളും എല്ലാവരോടും. ഇന്ന ആളുടെ മകളെ എന്തോ ഒന്നിന് പെട്ടിട്ടുണ്ട്, ഇവിടെ എപ്പോഴും എന്ത് ചെയ്യണ്ട, ഇവിടെ ഒന്നും നിക്കണ്ട, അല്ലെ? ഇങ്ങനെ ഉള്ള കാറ്റഗറി ആളുകളുണ്ട്. അപ്പൊ ആളും തരവും പറഞ്ഞ് ബിസിനസ് പ്ലാന് പറയാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലെ? അപ്പൊ ഏത് കാറ്റഗറി ആളുകളോട് കൊടുക്കണം? മിനിമം 6000 രൂപയെങ്കിലും തിരിക്കാൻ കയ്യിൽ വെച്ചോണ്ട് നടക്കുന്ന എന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം 6000 രൂപയെങ്കിലും എന്തെങ്കിലും ചെയ്ത് തിരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളോടായിരിക്കും നിങ്ങൾ ബിസിനസ് പ്ലാൻ പറയേണ്ടത്. മിനിമം ഈ പറയുന്ന സ്വന്തം കാര്യം, അല്ലെ, ഒന്നുമില്ലെങ്കിലും മാർക്കറ്റിൽ പോയി ഒരു 10 റുപ്യ പച്ചക്കറി വാങ്ങാൻ അറിയാവുന്ന ഒരാളോട് വേണം ഈ ബിസിനസ് ചെയ്യാൻ പറയാൻ. മിനിമം ഇങ്ങനല്ലാത്ത ആളുകളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലേ? എല്ലാം എൻ്റെ ഏട്ടനാ ചെയ്യണത്, പല്ല് തേച്ച് കുളിപ്പിച്ചു കൊടുക്കണ വരെ ചിലപ്പോൾ ഏട്ടനായിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫിജി കാർഡിൽ അവർ കൊണ്ടുവന്നിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരായിരിക്കും? നിങ്ങളുടെ ആയിരിക്കും. കാരണം സ്വന്തം വീട്ടിൽ തരും പോലും വേറൊരാളാ ചെയ്യണത്, അല്ലെ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ, നമുക്ക് ഫിജി കാർഡിന്റെ അകത്ത്, അല്ലെ? ഇനി അതേപോലെ അടുത്തൊരു കാര്യം പറയേണ്ടത്, ഈ ബിസിനസ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ കാര്യത്തേക്കും എത്ര എമൗണ്ട് ആവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാം, അല്ലെ? ഇവിടെ ഇപ്പോഴും സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ? മാഡം അവര് കുത്തി ചോദിച്ചു മാഡം, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് അറിയാണ്ട് പറഞ്ഞു പോയി. കസ്റ്റമർ ചോദിക്കും, ഉറപ്പാണ്, അല്ലെ? കസ്റ്റമർ ചോദിക്കും, നീ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തു, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, നമ്മൾ പൈസ മുടക്കണ്ടേ? പൈസ മുടക്കാതെ ഈ ബിസിനസിന്റെ അകത്തേക്ക് വരാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഞാനത് വീണ്ടും വീണ്ടും മുടക്കണോ? എത്ര രൂപ മുടക്കേണ്ടി വരും? മിനിമം എത്ര വേണ്ടി വരും? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. മലയാളവും ഇംഗ്ലീഷും ഒക്കെ പരീക്ഷ എഴുതിയത് ഓർമ്മയുണ്ടോ? മലയാളം പരീക്ഷയും ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ എഴുതിയത് ഓർമ്മയുണ്ടോ? അവിടെ ഒരു ഡയലോഗ്സ് തരും. രാജു ആ ബാഗ് നീ എടുത്തോണ്ട് വരൂ. രാധ അവിടെ ഡാഷ് ഇട്ടോട്ടുണ്ടാവും. മേലെയും ഡാഷ് ഉണ്ടാവും, താഴെയും ഡാഷ് ഉണ്ടാവും. നടുവിൽ എന്തെങ്കിലും സെന്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡയലോഗ് നമ്മൾ പൂർത്തീകരിക്കണം. അവിടെ എന്താ പൂർത്തീകരിക്കേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഊഹിച്ച് നമ്മളെ ഫില്ല് ചെയ്യണം, അല്ലെ? അപ്പൊ അവിടെ ഒരു ഡയലോഗ്, ആ ബാഗ് നീ എടുത്തോണ്ട് വരില്ലേ എന്നാണ് ചോദ്യം ചോദിക്കുന്നെങ്കിൽ മേലെ എന്തായിരിക്കും അതിന്റെ ഉത്തരം? എന്തായിരിക്കും? ആ ബാഗ് നീ എടുത്തോണ്ട് വരോ എന്നായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യാ ചോദിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, അല്ലെ? ഡയലോഗ് റൈറ്റിംഗ്. ആ സാധനം അപ്ലൈ ചെയ്യേണ്ട ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. അല്ലെ? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് എന്ത് ഡയലോഗ് പറയുന്നു, അതിന് മറുപടി എന്ത് കൊടുക്കണമെന്നും മൈൻഡില് സെറ്റ് ചെയ്തിടണം ഒരാൾ എന്ത് ചെയ്യാൻ, കാണാൻ പോവാൻ, അല്ലെ? അപ്പൊ സുമതി മാഡത്തിന് ഞാൻ കാണാൻ പോകുന്ന സമയത്ത് സുമതി മാഡം എന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും എന്നോട് പറയാൻ പോകുന്ന മറുപടികളും എനിക്കൊരു ധാരണ ഉണ്ടാവണം, അല്ലെ? അപ്പൊ ചില ആൾ നമ്മളോട് ചോദിക്കും, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? അപ്പൊ നമ്മൾ പറയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ അടുത്ത ആൾക്ക് ഇതിൽ സാധനം വാങ്ങണ്ടേ? അപ്പൊ നമ്മൾ എന്താ പറയുക, സാധനങ്ങൾ വാങ്ങണം. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അപ്പൊ അതിന് പൈസ മുടക്കണ്ടേ? ആ പൈസ എത്രയാണ്? എത്ര മിനിമത്തിന്? 1000 രൂപ മതിയോ? 100 രൂപ മതിയോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. 100 രൂപയ്ക്ക് ഫിജിന്റെ അകത്തേക്ക് വരാൻ പറ്റുമോ? 1000 രൂപ മതിയോ എന്ന് ചോദിക്കും, അല്ലെ? അപ്പൊ നമ്മൾ പറയും 1000 രൂപയൊന്നും പോരാ, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കൊണ്ടൊന്നും ഇവിടെ ഐഡിയ എടുക്കാൻ പറ്റില്ല, ഇവിടെ ഇത്ര രൂപ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് നമ്മൾ അറിയാണ്ട് പറഞ്ഞെന്ത് ചെയ്യും, പോവും. പകരം നമ്മൾ വേണം ഇതെന്താണെന്ന് മനസ്സിലായിട്ടല്ലേ, ഇത് വേണമെങ്കിലല്ലേ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെ? നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞ ശേഷം മാത്രമല്ലേ നിങ്ങൾക്ക് ഇതിന്ന് സാധനം വാങ്ങിക്കണോ, അതിന് ഇത്ര രൂപ മുടക്കണോ എന്നൊക്കെ തീരുമാനിക്കണ്ടു എന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികൾ അത് കേൾക്കാൻ തയ്യാറാവില്ലേ? തയ്യാറാവും അല്ലെ? പകരം നമ്മൾ എന്താ പറയാ, മിനിമം ഒരു 1800 രൂപ ഉണ്ടാവും, ഒരു 3 ബെറ്റ് ഉണ്ടാവും, അത് പുറത്തെങ്കിലും പർച്ചേസ് ചെയ്യാണ്ട് ഇവിടെ വരാൻ പറ്റൂല എന്നാണ് പറയണെങ്കിൽ അവരുടെ മൈൻഡിൽ എന്ത് മാത്രമേ നിൽക്കുള്ളൂ? 5800 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്നുള്ള മൈൻഡ് മാത്രമാണ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ഒരാൾ ചോദിക്കാണ് എത്ര രൂപയാവും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ അവസ്ഥ എന്താണെന്ന് കേട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും കൂടി നോക്കി അത് വേണമെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതിന്ന് എന്ത് വാങ്ങേണ്ട ആവശ്യമുള്ളൂ, പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ, വേണമെങ്കിൽ അല്ലെ? അങ്ങനെ വേണമെങ്കിലേ എടുക്കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കും. എന്താ, ഇത് വേണ്ടാന്ന് പറയാൻ ഒരു ലൂപ്പ് ഹോൾ അവർ നോക്കും. ഇത് വേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് എന്ത് ചെയ്യും, പറയാൻ ഒരു ചാൻസ് അല്ലെ, അതിൽ എന്തെങ്കിലും പറയണ്ടേ നോക്കും. അപ്പൊ കൃത്യമായിട്ട് ഈ ബിസിനസ് പ്ലാൻ കേൾക്കും. വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ ഈ ബിസിനസ് പ്ലാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോ പറയേണ്ട ഒരു കാര്യമില്ല അല്ലെ? നോ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. യെസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറയും, എത്തിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും വരുമാനം കിട്ടാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ആകെ മുടക്ക തുകയായിട്ട് മാറും എന്ത്, ഒരു 5000, 6000, 25,000 ഒക്കെ അല്ലെ? ഏകദേശം ഒരു 4.5 കോടി രൂപ ഒരു 6 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിസിനസ്സിലേക്ക് കട വരാനുള്ള ആകെ ചെലവത്തിന് ഒരു 5000, 6000 രൂപയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ആ സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ഇതുണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. നീ എന്തായാലും പൈസ മുടക്കുന്നു, മുടക്കുന്ന പൈസ നിനക്ക് ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് വാങ്ങി ഈ ബിസിനസ്സിലേക്ക് വാങ്ങും അല്ലെ? നമ്മൾ നേരെ പറയണത് ഇവിടെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവര് അതൊക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കല്ലുണ്ടോ, സിമെന്റ് ഉണ്ടോ, കട്ട്ലി ഉണ്ടോ, വയറുണ്ടോ, പൈപ്പ് ഉണ്ടോ എന്നായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക അല്ലെ? കല്യാണം നടക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോ പേപ്പർ പ്ലേറ്റ് നടക്കുന്നു ഇതിന്റെ അകത്ത് ചോദിക്കും അല്ലെ? കുരുമുളക് ഉണ്ടോ, മല്ലിപ്പൊടി ഉണ്ടോ, മുളക് പൊടി ഉണ്ടോ, ഞങ്ങളൊരു 4-5 ഫാമിലിക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള പൊട്ട അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ആണ് കൊണ്ടുപോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ? നമ്മൾ ആദ്യം എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് അല്ലെ, ആർക്ക് പറയണം, എന്തിനു പറയണം എന്നുള്ളത് അല്ലെ? ചിലപ്പോ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, ഇവിടെ ഇരിക്കുന്ന അസീബ മാഡത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ള വ്യക്തിയാണ് അല്ലെ, ഒരു കുഞ്ഞുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നോക്കുക ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ലെവലായിരിക്കും അല്ലെ? നമുക്ക് ഇവിടെ ടീം സപ്പോർട്ട് എന്ത് ചെയ്യണം, എടുത്തു പറയണം അല്ലെ? അപ്പൊ ഈ ടീം സപ്പോർട്ട് പറഞ്ഞാൽ എന്താ, രമ്യ മാഡം നിങ്ങൾ കൊണ്ടുവരുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ടീം സപ്പോർട്ടാണ് അല്ലെ? അശ്വതി മാഡം അവരെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് സെയിൽ എടുക്കുന്ന ഒരു ടീം സപ്പോർട്ടാണ്. ഞാൻ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ടീം സപ്പോർട്ടാണ്. അസ്ലിയ മാഡം വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ടീം സപ്പോർട്ടാണ്. ജനാർദ്ദനൻ സാർ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ടീം സപ്പോർട്ടാണ് അല്ലെ? ലീഡർ വിളിച്ചാലല്ല സപ്പോർട്ട് ആണോ? നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയെ കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത്, സപ്പോർട്ട് അല്ലേ? അങ്ങനല്ലേ? ഫൗസിയ മാഡം പഠിച്ച കാര്യങ്ങൾ ഡൗൺലൈനെ പഠിപ്പിച്ചെടുക്കുക, ജനാർദ്ദനൻ സാർ പഠിച്ച കാര്യങ്ങൾ ജനാർദ്ദനൻ സാർ കൊണ്ടുവന്ന പഠിപ്പിച്ചെടുക്കുക, വിലാസിനി മാം കൊണ്ടുവന്ന ആള് വിലാസിനി മാം പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക അല്ലെ? അപ്പൊ ബാക്കി കാര്യം ആർക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ? രമ്യ മാഡത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ? ഇവിടെ 2 തരത്തിലുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട് അല്ലെ? ഗ്രൂപ്പ് ആയിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്, പേഴ്സണൽ ട്രെയിനിങ്ങുകളും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് അല്ലെ? ഈ ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണോ? ഇപ്പൊ ഒരാള് പറയണം ഞാൻ വന്നു, ഒരു 7 AM കേൾക്കില്ല, ഞാൻ വന്നു, ഞാൻ കുറെ ആളുകളോട് പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ്സിൽ അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളോട് പറയണം എന്താണ് എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇവിടെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി ഉണ്ട്. മോഡ് ഓഫ് ഓപ്പറാൻഡി പറഞ്ഞാൽ എന്താ, ഈ ബിസിനസ്സിൽ
ഇങ്ങനെ പോയാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? റിസൾട്ട് ഉണ്ടാവില്ല. അല്ലെ? ആ മോഡ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയാ? സിസ്റ്റം എന്ന് പറയാ. അതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയതല്ല. നമ്മളെക്കാൾ മുന്നേ സഞ്ചരിച്ച ആളുകൾ പയറ്റി തെളിഞ്ഞ് നമുക്ക് വഴികാട്ടി തന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കുറെ മിസ്റ്റേക്ക് വരും, കുറെ ആളുകളെ കയ്യിൽ നിന്ന് പോവും. ഇതെല്ലാം കളഞ്ഞിട്ട് പിന്നെ സിസ്റ്റത്തിൽ കയറിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആദ്യമേ സിസ്റ്റം പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഈ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും എന്ത് വേണം? ഈ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും എന്ത് വേണം? കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കണം. ഒരു പൊട്ടിക്ക് അല്ലെ? എങ്ങനെ അറിയോ? ജോലിക്ക് പോകുന്ന ആളുകൾക്ക് DPPയുടെ ലിങ്ക് ആയി കൊടുക്കുക. കല്യാണത്തിന് പോകുന്ന ആളുകളുടെ വീട്ടിലേക്ക് പ്ലാൻ പ്രസന്റേഷന് പോവുക. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ ആളുകളിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് കേൾക്കുക. അസുഖബാധിതമായിട്ടിരിക്കുന്ന ആൾക്ക് ഫിജി കാർഡിന്റെ ടോണിക്കുകൾ സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാല് മടല് വെട്ടി ഞാൻ എന്ത് ചെയ്യും? അടിക്കും. അതാരാണെന്നൊന്നും നോക്കൂല. എന്റെ താഴെ എനിക്ക് ഏജ് കുറവുള്ള ആളുകളും എന്റെ ഏജിൽ കൂടുതലുള്ള ആളുകളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ പൊട്ടത്തരം ചെയ്യണതിന് ഒരു കയ്യും കണക്കും ഉണ്ട്. ആ ഇമാതിരി പൊട്ടത്തരൊക്കെ ചെയ്ത് വന്നിട്ട് എനിക്ക് സെയിൽ മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടലല്ലാണ്ട് വേറെ എന്താ? എന്റെ വീട്ടിൽ ഇവിടെ പണ്ട് എന്തായിരുന്നു കഴിഞ്ഞാല് ഇതുണ്ടായിരുന്നു. എന്താണ്? ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇരുമ്പ് കമ്പി ചൂടാക്കിയിട്ടേ ഞാൻ അടിച്ചിട്ടുണ്ടാവുക. ആ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന ഒരാളോട് അല്ലെ, പനിച്ചിട്ട് എന്താണ് വയ്യാതെ കുട്ടികളും മക്കളും ഒക്കെ കൂടി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കേക്ക്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് കേക്ക്. ഗർഭപാത്രത്തില് പ്രശ്നമായ സർജറിക്ക് പോകുന്ന ഒരാള് മെഡിസിൻ ഒന്നും കഴിക്കണ്ട, ആലുവാര ജ്യൂസ് കുടിച്ചാൽ മതി, അങ്ങനെ നിനക്ക് ഈ ബിസിനസ്സിൽ വരാലോന്ന്. അവരവിടെ വേദനിച്ചിട്ട് പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് എന്ത് ചെയ്യണത്? കിടക്കണത് അല്ലെ? അപ്പൊ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ അകത്ത് പ്രയോഗിക്കാൻ ഞാൻ ഇനി സന്തോഷമോ വേറെ എന്തൊക്കെ ബ്രഹ്മയൊക്കെ ടീം മെമ്പേഴ്സ് കലക്കി തെരഞ്ഞു വരുമോ ഒക്കെ ഞാൻ ആലോചിച്ചൊരു സമയമുണ്ട്. അപ്പോ ആളുകളുടെ സാഹചര്യം ഞാൻ അതാ പറഞ്ഞ ഒരു നമ്മള് മാനസികമായിട്ടും കൂടി എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ ആളുകൾ ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന മെമ്പേഴ്സ് ഉണ്ട്. കാരണം ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അങ്ങനെ അങ്ങോട്ട് അമുക്കി അങ്ങോട്ട് ചാക്കിലാക്കി ഇത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? സെയിലിലേക്ക് എത്തിച്ചിട്ട് വേണം എനിക്കൊരു 2000 രൂപ വാങ്ങിക്കാൻ. ആളായല്ലോ, ബാക്കി അവരായി ലീഡറായി. ഭഗവാൻ രക്ഷപ്പെട്ടു അല്ലെ? ഒരാളെ കൊണ്ടുവരിക, പിന്നെ പാർട്ട്ണറെ കുറ്റം പറയാ. ഞാനൊക്കെ പറയുന്നുണ്ട്, അവളൊന്നും ചെയ്യുന്നില്ല, അവര് അങ്ങനെ ചെയ്യുന്നില്ല, അവരിങ്ങനെ ചെയ്യില്ല, അവര് വന്ന ആ പ്രശ്നമാണ്, അവര് വന്ന ഈ പ്രശ്നമാണ്, മറ്റേ പ്രശ്നമാണ്, മറിച്ച പ്രശ്നമാണ്. ഇങ്ങനെ പിന്നെ അവർക്കില്ലാത്ത പാർട്ട്ണർ വരുന്നവരെ വരാത്ത പ്രശ്നമാണ്. പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞ പ്രശ്നമാണ്. അവരവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവരോട് അങ്ങനെ പറഞ്ഞു അല്ലെ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അവര് ഈ ബിസിനസ്സിൽ നിങ്ങളെ വിശ്വസിച്ച് വന്ന ആളുകളാ. അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ ഈ ബിസിനസിന്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവരെ പേഴ്സണലി കൺവേ ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്ത? കൊണ്ടുവന്ന ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ? ഇനി അടുത്ത പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ അറിഞ്ഞതാണെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ വരൂലായിരുന്നു. ഞാൻ കൊണ്ടുവരികയും വേണം, അവർക്ക് ഈ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. പിന്നെന്ത് വർക്കാ എന്ന് ചോദില്ലേ? ഇരിക്കുന്ന എന്താണ് ശാന്താമ്മനെ ജസ്റ്റ് പറയണേ, ശാന്താമ്മയുടെ ബിസിനസിന്റെ പ്ലാന് പറയാൻ അറിയില്ല വിചാരിക്കുക. വന്നിട്ടേ ഉള്ളൂ, പ്ലാന് പറയാൻ അറിയില്ല. BOP ആണ്. BOPയുടെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. അവിടെ MC ചെയ്തത് വേറൊരു ലീഡർ, പ്ലാന് പറഞ്ഞത് വേറൊരു ലീഡർ, സെയിൽ ക്ലോസ് ആക്കിയത് വേറൊരു ലീഡർ, അതായത് അതിൻ്റെ ഇത് കേട്ടത് വേറൊരു ലീഡർ. നിങ്ങൾ ലിസ്റ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ.
ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത് ശാന്താമ്മയുടെ ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത് ശാന്താമ്മയാണ്. പ്ലാന് പറയലും ലിസ്റ്റ് ഉണ്ടാക്കലും എല്ലാം ചെയ്യേണ്ടിയിരുന്നത് ശാന്താമ്മയുടെ പക്ഷെ ഇതെല്ലാം ചെയ്തതാരാ? വേറൊരു വ്യക്തി. അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഷീജ മാഡത്തിന്റെ എക്സ്പീരിയൻസും ഷീജ മാഡത്തിന്റെ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഇവിടെ എത്ര പേര് ഇരിക്കുന്നുണ്ട്? 61 പേര് ഇരിക്കുന്നു. 61 പേരും എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട് അല്ലെ? പലരുടെയും എക്സ്പീരിയൻസും പലർക്കും ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങളും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ? ഇതൊരു ട്രെയിനിങ് ആണ് അല്ലെ? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് എടുക്കണേ? എന്റെ പാർട്ട്ണർക്ക്, ഞാൻ കൊണ്ടുവന്ന ആളുകൾക്ക് വേണ്ടി മാത്ര അല്ലെ? രമ്യ മാഡം ട്രെയിനിങ് എടുക്കുമ്പോൾ രമ്യ മാഡത്തിന്റെ ടീമിന് മാത്രം എടുക്കുന്നത്, രമ്യ മാഡം കൊണ്ടുവന്ന ആളുകളെ മാത്രം നോക്കിയിട്ട്. അപ്പൊ അത് ടീം വർക്ക് അല്ലേ? നമ്മൾ കൊടുക്കുന്ന സേവനം എല്ലാവരിലേക്കും എത്തുന്നത്, അതിന്റെ പേരും ടീം വർക്കാ അല്ലെ? അതിന്റെ പേരും ടീം വർക്ക് ആണ് അല്ലെ? അപ്പൊ ടീം വർക്ക് എന്ന് പറയുമ്പോ ആളെ കൊണ്ടുവരുന്നത് മാത്രല്ല ടീം വർക്ക്. ചില ആളുകൾ ഉണ്ടാവും, അവൾ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് എനിക്ക് ആളെ തരാന്ന് വെച്ചിട്ടായിരുന്നു. ഞാൻ വന്നിട്ട് 2 ആഴ്ചയായി, 3 ദിവസമായി, എവിടെ എന്റെ ആള്? അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് 3 ആഴ്ചയായി, 3 മാസമായി, എവിടെ എന്റെ ആള്? നമുക്ക് എല്ലാവർക്കും 2 വിങ് ഉണ്ടാവും. ചിലപ്പോ റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ടാവും അല്ലെ? റൈറ്റും ലെഫ്റ്റും ചിലപ്പോ നമുക്ക് മറിയാം, ഇൻകവും പവറും ആയിട്ടൊക്കെ എന്ത് ചെയ്യാം? ഒരു ഉദാഹരണം പറയണേ. ഇവിടെ സരസ്വതി മാഡം എന്റെ റൈറ്റ് സൈഡും ഷീജ മാഡം എന്റെ ലെഫ്റ്റ് സൈഡും ആണെന്ന് വിചാരിക്കുക. സരസ്വതി മാഡം ഒറ്റയ്ക്ക് വർക്ക് എടുക്കുക. സരസ്വതി മാഡം അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ സരസ്വതി മാമിന്റെ ടീമിലുള്ള ആരും ഉഷാറാണ്. എല്ലാ ദിവസവും സെയ്ഡാണ്. ചടപടേന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് പോകുന്നുണ്ട്, 1 to 1 കൊടുക്കുന്നുണ്ട്, സരസ്വതി മാഡം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ അവർ പക്ക ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് പോവാ. ഷീജ മാഡത്തിന്റെ അവിടെയും കുറെ ആളുകളുണ്ട്. ഇവര് കുറെ ആളുകൾ കുറച്ച് മടി പിടിച്ചിരിക്കുക. ഷീജ മാഡം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ഇനിയിപ്പോ ഷീജ മാഡത്തിന് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യണ്ട, ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആളുകൾ അതിൻ്റെ അകത്ത്. അപ്പൊ ഷീജ മാഡത്തിന് ഭയങ്കര വിഷമം. സരസ്വതി മാഡം പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് വെറുതെ പറയുന്ന കേട്ടോ, ഒരു എക്സാമ്പിളാ. അപ്പൊ ഷീജ മാഡം പറയാണ് എന്താണ്, അപ്പൊ അവിടെ കുറച്ച് നമുക്കറിയാലോ ആരായിരിക്കും കുറച്ച്, ഏത് വിങ്ങായിരിക്കും കുറച്ച് ഉണ്ടാവുക? ഷീജ മാഡത്തിന് ഉള്ള ആളുകൾ ഭയങ്കര റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കുറച്ച് എന്താണ്, ഡള്ളാണ് അല്ലെ? എന്നാൽ ഷീജ മാഡം കൃത്യമായി 7 AM ചെയ്യുന്നുണ്ട്, പോസ്റ്റർ അടിക്കുന്നുണ്ട്, ഷീജ മാഡം ഈ ബിസിനസ്സിനെ കറക്റ്റായി മനസ്സിലാക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, ഭയങ്കര നോളജ് ആണ്, പുസ്തകം വായിക്കുന്നുണ്ട്, BOP കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, സെയിൽ കൊണ്ടുവരുന്നുണ്ട്, പേഴ്സണൽ പ്രസന്റേഷൻ നടത്തുന്നുണ്ട്, ടീമിൽ ആക്റ്റീവ് ആണ്, ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ? എനിക്കൊരു ടീം വരികയാണെങ്കിൽ ഞാൻ ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? ഷീജ മാഡം അവിടെ ഒന്ന് ഡള്ളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യും? ഷീജ മാഡത്തിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ? കൃത്യമായിട്ട് ഷീജ മാഡം എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പാർട്ട്നേഴ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ ഷീജ മാഡം അവിടെ എന്താവും? ഷീജ മാഡം അവരെ കൃത്യമായി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ ഒരു പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്ക് വിശ്വാസമുണ്ട്? എനിക്ക് വിശ്വാസമുണ്ട് അല്ലെ? അതുകൊണ്ട് ഞാൻ ആർക്ക് കൊടുക്കും? ഷീജ മാഡത്തിനോട്, മാഡം എന്റെ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്, മാം അതിന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കിക്കോണേ എന്ന് പറയും അല്ലെ? അതിനർത്ഥം എനിക്ക് സരസ്വതി മാഡത്തിന് ഇഷ്ടമല്ല എന്നല്ല. നാളെ സരസ്വതി മാഡത്തിന് ഇതുപോലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ എന്റെ പാർട്ട്നേഴ്സിനെ തളർത്തിയിടാൻ ഞാൻ ശ്രമിക്കുമോ? ഇല്ല. ആ സമയത്തും എനിക്കിവിടെ എന്തുണ്ടാവും? പ്രസന്റേഷൻ ഉണ്ടാവും, പുതിയ ആളുകൾ ഉണ്ടാവും അല്ലെ? അത് ഞാൻ ആർക്ക് കൊടുക്കും? സരസ്വതി മാഡത്തിന് കൊടുക്കും. അപ്പൊ അവിടെ ആളെ കൊടുക്കൽ മാത്രല്ല, സരസ്വതി മാഡത്തിന്റെ വിങ് വളരെ സ്പീഡായി പോകുമ്പോ നമുക്കറിയാം സരസ്വതി മാഡത്തിന് ചിലപ്പോൾ ആ കാര്യം വരില്ല. അവിടെ നമ്മൾ സപ്പോർട്ട് ആവും. അവിടെ നമ്മുടെ എന്താണോ ട്രെയിനിങ് പ്രോഗ്രാം വേണ്ടത്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ വളരെ വളരെ സപ്പോർട്ടീവ് ആരോട് നിൽക്കും? സരസ്വതി മാഡത്തിനോട് നിൽക്കും അല്ലെ? അപ്പൊ 2 സപ്പോർട്ടും എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും അല്ലെ? അപ്പൊ ഇവിടെ കുറച്ച് ആളുകൾ വിചാരിക്കും എന്നാ പിന്നെ ജിസ്ര മാഡം കുറച്ച് ആളുകൾ തരട്ടെ, രമ്യ മാഡം കുറച്ച് ആളുകളെ തരട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. കാരണം നമ്മൾ ശ്രമിക്കുന്നതിനോടൊപ്പം ഇവിടെ നിന്ന് എല്ലാവർക്കും ആരൊക്കെ എങ്ങനെയൊക്കെയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരിക്കലും എന്റെ അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ നിന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അപ്ലൈൻ സരുണാണ്. റീലി ആയിരിക്കും നിങ്ങൾ അവരെ കാണുന്നത്. സരിതാരുൺ എനിക്ക് ഒരാളെ ഇട്ട് തന്നിട്ടില്ല. സരിതാരുൺ എന്നെ ഫിസിക്കലിയോ മെന്റലിയോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഞാൻ അങ്ങനെ ഒരു ലീഡർ അവിടെ ഉണ്ടെന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം പൈസ ഉണ്ടാക്കൽ എന്റെ ആവശ്യമാണ്. ഇവരുടെ അസുഖങ്ങൾക്കിടയിൽ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവര് നമുക്ക് ആളെ ഇട്ട് തരും പറഞ്ഞ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിക്കലേ ഉണ്ടാവുള്ളൂ. അവരുടെ അസൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കബറിൽ ഇവിടെ വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ആളുകൾ വരട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്തു തരട്ടെ, ഇവരിട്ട് തരട്ടെ, ഇവരെന്നെ സപ്പോർട്ട് ചെയ്യട്ടെ, ഞാൻ വിളിച്ച ഫോൺ പോലും എടുക്കാത്ത ലീഡറാണ് സരിതാരു. അല്ലേ? ഈ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എന്നേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ജസീറ മാഡം റാങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, കാരണം ഞാൻ ഇവരെ നോക്കി നിന്നിട്ടില്ല. എന്നേക്കാൾ അറിവ് കുറവാണ് അവർക്ക് എനിക്ക് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇവരെ വിളിച്ചിട്ടില്ല. അതിന്റെ മീതെ ഒരു പൂജ ജയകുമാർ ഉണ്ട്. പൂജ ജയകുമാറിന്റെ ചില ഇടപെടലുകൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിട്ടു. ഞാൻ പിന്നെ എന്റേതായിട്ടുള്ള രീതിയിൽ ഈ ബിസിനസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അല്ലെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊന്നും അറിയാത്ത ഒരുപാട് ലീഡേഴ്സ് ഇതിന് മേലെയുണ്ട്. അബിൻ വിദ്യ, രഞ്ജിതിൻ ഉണ്ണിക്കുളം, അങ്ങനെ പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് കൃത്യമായിട്ട് ഈ ബിസിനസ് എനിക്ക് പറഞ്ഞു തന്നു, എന്നെ മെന്റർ ചെയ്തു, ഏത് രീതിയിലേക്ക് പോവണം നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. അവരുടെ 7am അവരുടെ അതുൽ ജയസ്, അവരുടെ ടിപ്പുകള്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങള് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ ഒരു ലീഡറിന്റെയും സപ്പോർട്ട് ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഞാൻ ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടീമിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലീഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിക്കാറില്ല. കാരണം നിങ്ങളുടെ ടീമിന്റെ സ്ട്രക്ചർ ഓരോ സമയം മാറുന്ന സമയത്തും ആളുകളുടെ സ്ട്രക്ചർ, ആളുകളുടെ നേച്ചർ, മാർക്കറ്റിന്റെ കണ്ടീഷൻ, ഇതെല്ലാം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ സ്വഭാവ രീതികളും എല്ലാ സാധനവും എന്ത് ചെയ്യും, മാറും. എല്ലാ സാധനവും മാറും. അപ്പൊ നമ്മളൊരു 2 കൊല്ലം മുന്നേ ചെയ്ത അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ വ്യത്യാസങ്ങൾ വരുമ്പോ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാ, ബിസിനസിനെ ലീഡ് ചെയ്യുക, അല്ലെ? അപ്പൊ ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ പോകുമ്പോ, ഒരാളോട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് എന്തല്ല, പ്രൊഡക്റ്റ് അല്ല. ആദ്യം പറയേണ്ടത് അവരോട് നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് അവസരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്നുള്ളതാണ് പറയേണ്ടത്. ഇത് എത്ര സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല ഫിജിക്കാർട്ട്. വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഫിജിക്കാർട്ട്, അല്ലെ? അതെങ്ങനെയാണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന വിലാസിനി മാഡം ഒറ്റയ്ക്ക് പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് സെയിൽ ഓപ്പൺ ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്കാണ്. സുമതി മാഡം ഒറ്റയ്ക്ക് പ്രസന്റേഷൻ കൊടുത്താൽ, ഒറ്റയ്ക്ക് സെയിൽ ഓപ്പൺ ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സുമതി മാഡം അവിടെ ഒരു ലീഡറായി, അല്ലെ? സുമതി മാഡം അവിടെ ഒരു ലീഡറായി. സുമതി മാഡം അടുത്ത ആളുകളെ ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളായി, അല്ലെ? ഏത് കാലത്തും ഒരു അപ്ലൈന്റെ സഹായത്തോട് കൂടിയിട്ടേ നമുക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, അപ്ലൈൻ വന്നാലേ ഞാൻ പ്രസന്റേഷന് പോവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടീം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഈ പറയുന്ന പല എനിക്ക് നടക്കുന്ന, ഞാനൊരു 30 പ്രസന്റേഷൻ ഫിസിക്കൽ കൊടുത്തിട്ടാണ് എന്റെ വിറയൽ മാറിയത്. 30 പ്രസന്റേഷൻ, 20-ൽ കൂടുതൽ മീറ്റിംഗുകൾ കൊടുത്തിട്ടാണ് എന്റെ വിറയൽ മാറിയത്. കാരണം ഞാൻ ഡിജിറ്റലി വന്ന ആളാ, ഡിജിറ്റലി ഞാൻ കംഫർട്ടബിളാ. കാരണം എന്റെ കാല് വരയ്ക്കുന്നത്, എന്റെ കളിക്കുന്നത് വേറെ ആരും കാണില്ല. പക്ഷെ ഫിസിക്കല് പോകുമ്പോ ഇത് കാണില്ലേ? എന്റെ വിറയല് മാറിയത് 30 പ്രസന്റേഷൻ കൊടുത്തിട്ടാ. ആദ്യത്തെ 30 പ്രസന്റേഷനിൽ എനിക്ക് സെയിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ആദ്യം കൊടുത്ത പ്രസന്റേഷൻ 1.5 മാസം കഴിഞ്ഞിട്ട് സെയിൽ ഓപ്പൺ ആയി. ആദ്യം കൊടുത്ത ഹൗസ് മണ്ണൂരാണ് കൊടുത്തത്. ഞാൻ വിചാരിച്ച ആ സെയിൽ പോയി, കിട്ടില്ല. കാരണം അവർ അത്രയും ചോദ്യം ചോദിച്ച് നമ്മളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ പാർട്ട്ണർ അത് ഫോളോ അപ്പ് ചെയ്ത് 1.5 മാസത്തിന് ശേഷം ഞാൻ എന്റെ 30ാമത്തെ പ്രസന്റേഷൻ കൊടുക്കണത് ഞാൻ ആദ്യം കൊടുത്ത ഹൗസ് മീറ്റിംഗിലെ പാർട്ട്ണറിന്റെ ഗസ്റ്റിനായിരുന്നു. അത് ഞാൻ DSM ആയ ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റും, ഹൗസ് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോ സെയിൽ ഓപ്പൺ ആയില്ല എന്നുള്ളതുകൊണ്ട് അത് നാളെ സെയിൽ ഓപ്പൺ ആവില്ല എന്നല്ല. അന്നൊരു ദിവസത്തെ മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പുകൾ
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു കാര്യമുണ്ട്, ഫോളോ അപ്പ് പറയുമ്പോ ഈ ബസ്സിൽ ഓടിക്കയറാൻ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓടുന്നതല്ല ഫോളോ അപ്പ്. ചാർജർ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്തായി എന്ന് പറയുന്നതല്ല ഫോളോ. എന്തായി എന്ന് പറഞ്ഞ് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നതല്ല ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഫിജി കാർഡിനെ കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ട് വിളിക്കുന്നതിനെയാണ് ഫോളോ അപ്പ്. ചേരടാ, നല്ലതാ, വാടാ, എടുക്കടാ, എനിക്ക് അച്ചീവ് ആവാൻ വേണ്ടിയിട്ട് നീ ഇത് വാങ്ങിക്കടാ എന്ന് പറഞ്ഞ ആരെങ്കിലും വാങ്ങിക്കോ? ഇല്ല. അവർക്ക് പ്രാന്തല്ലേ നമുക്കൊരു മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട് 10-12,000 രൂപ അവർക്ക് മുടക്കാന്. മുടക്കും. ആര്? നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും?